അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിലെല്ലാവരും എല്ലാ മുസ്ലിംസിനും നിർബന്ധമായ ഒരു കാര്യമാണ് 5 വക്ത് നിസ്കരിക്കൽ. അപ്പോൾ ആഖിറത്തിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. ഏറ്റവും ഉത്തമം ബാങ്ക് വിളി കേട്ടാൽ ഉടനെ നിസ്കരിക്കലാണ്. അപ്പോൾ നിസ്കാരത്തെ പറ്റി നിസ്കരിക്കാൻ പാടില്ലാത്ത കുറച്ച് സമയങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങൾ 5 സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നമസ്കരിച്ചാൽ കറാഹത്താണ്, ഹറാമിനോട് അടുത്തുള്ള കറാഹത്താണ്. ഒന്നാമതായിട്ട് പറയുന്നത്, നമ്മൾ സുബഹി ബാങ്ക് ഒരു 5 മണിക്കാണ്, അല്ലെങ്കിൽ ഒരു 5:15 അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ബാങ്ക് കൊടുത്താൽ ഒരു 6:15 അല്ലെങ്കിൽ 6 മണിക്ക് ആയിരിക്കും ഉദയം സൂര്യൻ ഉദിക്കുന്നത്. അല്ലെങ്കിൽ 5:15 ഒരു 6:30 മണി, ആ ഒരു സമയങ്ങൾ. അതിൻ്റെ ഇടയിലുള്ള സമയം മറ്റ് നമസ്കരിക്കാൻ പാടില്ല. ആ ഒരു സൂര്യൻ ഉദിക്കുന്നതും ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള സമയം, ആ ഒരു സമയത്ത് വേറൊരു നമസ്കാരം, സുബഹി നമസ്കാരം അതുപോലെ അതിൻ്റെ സുന്നത്ത് നമസ്കാരം അല്ലാതെ മറ്റു നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. ആ സമയങ്ങളിൽ നമുക്ക് ഫർള് ഖളാ വീട്ടപ്പെടാം. ഫർള് ഖളായ നമസ്കാരം ഖളാ വീട്ടാം. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരം ഖളാ ആയത് നിർവഹിക്കാം. രണ്ടാമതായിട്ട് പറയുന്നത്, സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് സമയം മറ്റു നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. സൂര്യൻ ഉദിച്ച പാടുള്ള ആ ഒരു സമയത്ത് ഒരു 20-25 മിനിറ്റ് ആ ഒരു സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ ഒരാൾ അസർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബ് വരെയുള്ള സമയം, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ സുന്നത്ത് നിസ്കരിക്കൽ, വെറുതെ അങ്ങനെ നമുക്ക് തോന്നിയ നിസ്കാരം അങ്ങനെ ഇങ്ങനെ നിസ്കരിക്കൽ, ആ ഒരു സമയങ്ങളിൽ നിസ്കരിക്കൽ പാടില്ല, കറാഹത്താണ്. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത്, മഗ്‌രിബിന് തൊട്ടുള്ള സമയം, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായ സമയമില്ലേ, ആ ഒരു സമയത്ത് പോയിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പം പറഞ്ഞത് ശ്രദ്ധിക്കുക, നിസ്കരിക്കാം, പക്ഷേ ഫർള് ഖളായത് നിസ്കരിക്കാം, അതുപോലെ സുന്നത്ത് ഖളായത് ആ സമയങ്ങളിൽ നമസ്കരിക്കാം. പിന്നെ ഈ സമയങ്ങളിൽ നിസ്കരിക്കാം, അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫർള് ഖളാ ഉള്ള, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫർള് ഖളാ ഉള്ള ആളുകൾക്ക് നിസ്കരിക്കാം. ഖളാ ഏത് സമയത്ത് നിസ്കരിക്കാം, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ഖളാ ആയ നമസ്കാരം നിസ്കരിക്കാം. അതുപോലെ ഹറമുകളിൽ നമ്മൾ ഉംറ ചെയ്യാൻ പോയി ഏത് സമയത്തും നിസ്കരിക്കാം, അവിടെ സമയമൊന്നുമില്ല. പിന്നെ കാരണം മുന്തി വന്ന നിസ്കാരം, ഉദാഹരണം മയ്യത്ത് നമസ്കാരം, അങ്ങനെയുള്ള നിസ്കാരം, അതുപോലെ വുളൂഹ് ചെയ്താലുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അങ്ങനെയുള്ള നമസ്കാരം നമസ്കരിക്കാം. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഏത് സമയത്തും നിസ്കരിക്കാം. അതുപോലെ തഹിയ്യത്ത് നിസ്കാരം, ളുഹാ നിസ്കാരം അതിൻ്റെ സമയം പ്രവേശിച്ചാൽ നമസ്കരിക്കാം. ഇപ്പോൾ പറഞ്ഞ നിസ്കരിക്കാൻ പാടില്ലാത്ത നിസ്കാരം ഏതെന്ന് വെച്ചാൽ വെറുതെ സുന്നത്ത് നമസ്കരിക്കൽ. നമ്മൾ ഈ സമയങ്ങളിൽ, നമ്മൾ കറാത്താണ് എന്ന് പറഞ്ഞ സമയങ്ങളിൽ വെറുതെ 2 റക്അത്ത് നിസ്കരിച്ചേക്കാൾ അങ്ങനെ കരുതി വെറുതെ സുന്നത്ത് നമസ്കരിക്കൽ, അത് പാടില്ല. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം, നട്ടുച്ച സമയം തസ്ബീഹ് നിസ്കാരം പാടില്ല. തസ്ബീഹ് രാത്രികളിൽ നമസ്കരിക്കാണ് ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ പകൽ നിസ്കരിക്കാം, പക്ഷേ കറാഹത്തല്ലാത്ത സമയം തിരഞ്ഞെടുക്കുക, അതാണ്. അതുപോലെ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം, അപ്പോൾ ഇങ്ങനെയുള്ള നിസ്കാരമാണ് ആ കറാഹത്തുള്ള സമയത്ത് നമസ്കരിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ എപ്പോഴും പറയുന്നു, നമുക്ക് നമസ്കരിക്കാം, സുന്നത്തോ അതുപോലെ ഫർളോ ഖളാ ഉള്ളതോ അല്ലെങ്കിൽ മുന്നത്തെ നിസ്കാരം നമുക്ക് അതന്നെ ഖളായ നമസ്കാരം നിസ്കരിക്കാം. അല്ലാതെ ആ ഒരു സമയങ്ങളിൽ നമുക്കിപ്പോൾ തസ്ബീഹ് നമസ്കാരം അങ്ങനെയുള്ള നമസ്കാരങ്ങളിൽ, സുന്നത്തായ നമസ്കാരങ്ങൾ അതെല്ലാം അതിൻ്റെതായ സമയങ്ങളിൽ നമസ്കരിക്കാനാണ് ഏറ്റവും ഉത്തമം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.